നല്ല ടൈം എടുത്ത് ചെയ്യണം. 2 പേര് നിന്നിട്ടാണ് ഇനിയിപ്പോൾ അത് മറിക്കാൻ പോണത്. കുറെ 1 മണിക്കൂറോളം ഇരുന്നിങ്ങനെ ഇട്ടാ മസാല തേച്ചിട്ടില്ല. നല്ല എരിവുണ്ടാവും. അത് 3ഉം കൂടി മിക്സ് ചെയ്ത് ഒരുമിച്ചിടുക. നമ്മളെ വട്ടത്തിലുള്ള ചെമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചിക്കൻ കൊണ്ടാട്ടുണ്ടാക്കാനുള്ള മസാല കൂട്ടലല്ലേ? ഇപ്പം എന്താണ്? കോൺഫ്ലവർ ഈ ഒരു വട്ടച്ചെമ്പിൽ ഇട്ടിട്ടാണ് നമ്മൾ മസാല റെഡി ആക്കണം അല്ലേ? ഇതിട്ട് തന്നെ കുഴക്കും ചെയ്യും. ഏകദേശം എത്ര കിലോയുടെ കൊണ്ടാട്ടത്തിൻ്റെ പരിപാടി ഉണ്ട്? 3.5 കിൻഡൽ അല്ലേ? അത്യാവശ്യം ക്വാണ്ടിറ്റി വേണ്ടി വരുമല്ലോ എല്ലാതും. ഇപ്പോൾ കോൺഫ്ലവർ മാത്രമാണ് ഇപ്പോൾ ഈ ഇത്രയും ക്വാണ്ടിറ്റി മാത്രം. ഇത് അരിപ്പൊടി അല്ലേ? മുളക് പൊടി പിന്നെ അത്യാവശ്യം വേണം. ചിക്കൻ കഴിക്കുമ്പോൾ എരിവില്ലെങ്കിലേ. മഞ്ഞൾപ്പൊടി അല്ലേ? ഉപ്പ് ഏതാ? കല്ലുപ്പ പൊടിയല്ലേ? ഫുഡ് കളർ അല്ലേ? ഇതിൽ പട്ട, പൂവ്, ഏലക്കായി, പിന്നെ ജാതിപത്രി, പിന്നെ വറുത്ത് പൊടിച്ചിട്ടുണ്ട്. വേറെ പിടിക്കണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്യണം അല്ലേ? മിക്സ് ചെയ്ത് വലിയ ജീരകം, ചെറിയ ജീരകം എല്ലാം കൂടി ഉണ്ട് അല്ലേ? നേരത്തെ നമ്മൾ വറുത്തിരുന്ന ഉലുവ അത് നന്നായിട്ട് പൊടിച്ചതല്ലേ? നന്നാക്കി പൊടിച്ചിട്ട് തരി പാടില്ല. നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോഴേ തരി വന്നു കഴിഞ്ഞാൽ കോഴിമൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. മറ്റേത് പൊടി മാത്രമാകുമ്പോൾ ഒരു പ്രശ്നമില്ല. സ്പെഷ്യലായിട്ട് തന്നെ മസാല ഇവിടെ റെഡി ആക്കണം. സുർക്ക, വിനാഗിരി അല്ലേ? ഇതെന്ത് സംഭവം? എസൻസ്. വെളുത്തുള്ളി പേസ്റ്റ് അല്ലേ? ഇഞ്ചി പേസ്റ്റ്. പിന്നെ ആവശ്യത്തിന് കോഴിമുട്ട വേണം അല്ലേ? കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കല്ലേ? ചിലവർ കണ്ടിട്ടുണ്ടല്ലോ ഇതിൽ ചിക്കൻ ഇട്ടിട്ട് നേരിട്ട് മസാലകൾ ഓരോന്ന് ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ. അത് നമുക്ക് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ മേലെ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചിക്കൻ്റെ മേലെ ഒരു ക്രിസ്പി ഉണ്ടാവും. ആ ക്രിസ്പി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണത്. മറ്റേ തന്നെ ക്രിസ്പി ഉണ്ടാവില്ല. മറ്റേ തന്നെ പെട്ടെന്ന് നമ്മൾ പണി പെട്ടെന്ന് കഴിക്കുകയും ചെയ്യാം. ഒരുപാട് ബുദ്ധിമുട്ടാണ് ഈ സംഗതിക്ക്. പണി എടുക്കണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇത് കുറച്ച് നമ്മളിപ്പോൾ ഈ പണി എടുക്കുന്നതന്നെ നമ്മൾ ഭക്ഷണം ടേസ്റ്റോടെ കൊടുക്കാനാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് പണി കൂടിയാലും വേണ്ടിയില്ല, കഴിക്കുന്നവർക്ക് നല്ല രുചിയുള്ള സാധനം കൊടുക്കാം അല്ലേ? അതെ. ഈ ജോലി മുന്നോട്ട് പോകാനുള്ള നമ്മളെ ലക്ഷ്യം.
എല്ലേതും മിക്സ് ആയാലേ എല്ലേതും അതിൻ്റെ മസാലയ്ക്ക് പിടിക്കുള്ളല്ലേ. അപ്പോൾ ശരിക്കും നന്നായിട്ടൊന്ന് മെനക്കെടന്നെ വേണം. നല്ല സമയം എടുത്ത് ചെയ്യണല്ലേ, നല്ല ടൈം എടുത്ത് ചെയ്യണം. അപ്പോൾ നമ്മൾ ചട്ടകം കൊണ്ട് നല്ല കട്ടി ഉണ്ടായ കാരണം തന്നെ ചട്ടകം കൊണ്ട് ഇളക്കാൻ പറ്റില്ലല്ലേ, മറിയില്ലല്ലേ? ഇളക്കാൻ പറ്റും, പക്ഷേ ഒന്നും അതിൻ്റെ യോജിപ്പാവും. മസാല ശരിക്കും കിട്ടൂലല്ലേ, പിടി കിട്ടൂല. സംശയമേ അത് മസാല വേറെ പാത്രത്തിൽ മാറ്റിയേക്കണേ. ഇത് നമ്മൾ 2.5 കിൻഡിലുള്ള കോഴി ആദ്യം കൂട്ടാനുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ഒരു 1.5 കിൻഡിലും കൂടി വരാനുണ്ട്. 1 കിൻഡിലോ? ടോട്ടൽ 3.5 കിൻഡിലല്ലേ? 3.5 കിൻഡിൽ. ഓക്കെ. അപ്പോൾ കുറച്ച് കോഴി എത്തിയിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ അതിനുള്ള മസാല മാത്രം ഇവിടെ വെച്ചിട്ട് ബാക്കി മാറ്റി വെക്കുകയാണല്ലേ? അപ്പോൾ ഇതിന് മിക്സിങ് ഒക്കെ കഴിഞ്ഞല്ലേ? ബാബു ഉപ്പൊക്കെ നോക്കിയിട്ടാണ് നമ്മളിത് ലാസ്റ്റ് ഫൈനൽ ചെയ്യല്ലേ? അങ്ങനെ മസാല കൂട്ടൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഫൈനലി ഇതാ ഇവിടെ ചിക്കൻ കൊണ്ടാട്ടത്തിലേക്കുള്ള ചിക്കൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. സംശാദേ, ഇതിന് ചെറിയ പീസ് തന്നെ വേണമല്ലേ ചിക്കൻ? ചെറിയ പീസ് തന്നെ, നമ്മുടെ ചിക്കൻ ചില്ലിക്കൊക്കെ പറ്റിയ പീസല്ലേ? ഇനിയിപ്പോൾ കൈ കൊണ്ട് ഇതാക്കണം എന്നില്ലല്ലേ? കുഴക്കാൻ പറ്റില്ല. ഒരാൾക്കൊന്നും മറിക്കാൻ പറ്റില്ല. രണ്ട് സൈഡിലൊന്നും മറിക്കണം. 2 സൈഡിലും 2 മറിക്കേണ്ടി വരില്ലേ? കൂട്ടിയ മസാല ശരിക്ക് നമ്മുടെ ഇറച്ചിയിൽ ശരിക്കും നന്നായിട്ട് പിടിക്കണം കേട്ടോ, എങ്കിൽ നമുക്കത് കഴിക്കുന്ന സമയത്ത് ആവുള്ള അതിൻ്റെ ആ ഒരു രസം കിട്ടുള്ളൂ. മസാല ഉണ്ടാക്കാനുള്ള കഷ്ടപ്പാട് നമ്മൾ കണ്ടില്ലേ, അതേപോലെ തന്നെ ഇനിയിപ്പോൾ അത് മറിക്കണം എന്നുണ്ടെങ്കിൽ, കാരണം ഈ ഒരു വട്ടച്ചെമ്പിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഏകദേശം 2 കിൻഡലിന് മുകളിൽ ഇറച്ചിയിട്ടുണ്ട്. ഇതാട്ടോ ഇനിയും വരുന്നുണ്ട് ഇറച്ചി. ഇതാ 2 പേര് നിന്നിട്ടാണ് ഇനിയിപ്പോൾ അത് മറിക്കാൻ പോണത്. ഓയിൽ 25 ലിറ്റർ ഓയിലാണ് ഈ കാണുന്നത്. നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടത്തിന് വേണ്ടിയിട്ട് ആദ്യം ചിക്കൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ് നടക്കാൻ പോകുന്നത്. ചിക്കൻ പൊരിക്കാൻ പോവാണ്. കുറെ 1 മണിക്കൂറോളം ഇരുന്നിങ്ങനെ ഇട്ടാ മസാല തേച്ചിട്ടില്ല. തീർക്കാൻ പറ്റുള്ളൂ. 4 മണിക്ക് പരിപാടി സ്റ്റാർട്ട് ആയതായത് നമ്മൾ കൊണ്ടാട്ട് അടിച്ചിടും. ഓക്കെ. അപ്പോൾ 4 മണിക്കാണ് ഗസ്റ്റുകൾ വന്നു തുടങ്ങും. അപ്പോൾ തന്നെ 3/4 ഭാഗം റെഡി ആക്കിയിടും. ഇതിപ്പോൾ ഫുൾ വേവിലെടുക്കും, ഹാഫ് വേവാ? മുക്കാൽ വേവിൽ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കൊണ്ടാട്ടം അടിക്കുന്നത്. ആ വേവ് നമ്മൾ കൊണ്ടാട്ടം അടിക്കുമ്പോഴേന് ശരിയാവും. ഓക്കെ. ഏകദേശം വലിയ ഉരുളിയാണ്. 10 കിലോന്റെ മേലെ ഓരോ ട്രിപ്പിലും പോകും അല്ലേ? അതിങ്ങനെ പൊരിച്ചാലേ ആവുള്ളൂ, കാരണം 3.5 കിലോയോളം പൊരിച്ചാണ്. ഏകദേശം മുക്കാൽ വേവായിട്ടുണ്ടല്ലേ? അപ്പോൾ മസാല ശരിക്ക് അടിപൊളിയായിട്ട് കാഴ്ചയിൽ കാണാൻ സെറ്റായിട്ടുണ്ട്. ഏകദേശം പോയി വരുമ്പോഴത്തേനൊക്കെ ഏകദേശം വേവായി വരും. ചട്ടിയിൽ മൊത്തം വരുമ്പോഴത്തേനും നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനി കൊണ്ടാട്ടം അടിക്കാൻ പോകല്ലേ? കൊണ്ടാട്ടം അടിക്കാൻ പോകണം. നേരത്തെ നമ്മൾ പൊരിച്ച് വെച്ച ചിക്കനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ കൊണ്ടാട്ടം അടിക്കാനുള്ള പരിപാടിയിലാണ്. ആദ്യം വെളിച്ചെണ്ണ, ചെറിയ ഉള്ളി അല്ലേ? മുളക് കാച്ചല്ലേ?
നല്ല എരിവുണ്ടാവും. നമ്മുടെ കൊണ്ടാട്ടം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ നല്ല എരിവുള്ള സംഭവമാണ്. എന്തൊക്കെയാണ് സോസും ടൊമാറ്റോ, ചില്ലി, സോയ, 3 കൂടി ഒരുമിച്ചല്ലേ? അത് 3 കൂടി മിക്സ് ചെയ്ത് ഒരുമിച്ചിടുക. നമ്മളെ വട്ടത്തിലുള്ള ചെമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെ പൊരിച്ച് വെച്ച ചിക്കൻ ഇതാ നമ്മളെ കൊണ്ടാട്ടത്തിൽ ഇനി കുളിപ്പിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ കൊണ്ടാട്ടം ഉണ്ടാക്കിയത് എല്ലാവരും കണ്ടല്ലോ. ആ കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ആൾക്കാർക്ക് സംശയങ്ങളുണ്ടാവും. ഇപ്പോൾ എല്ലായിടത്തും കൊണ്ടാട്ടം കഴിക്കുമ്പോൾ ഉള്ളി കിട്ടും, ഇന്ന് തക്കാളി കിട്ടും, പിന്നെ ക്യാപ്സിക്കം കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ നമ്മളത് ഒഴിവാക്കിയെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കേണ്ട വെച്ചിട്ട് നമ്മളൊരു മാറ്റി ചിന്തിച്ചതാണ്. ചൈനീസ് കൊണ്ടാട്ടം എന്നാണ് അതിൻ്റെ പേര്. കാരണം സോസ് മാത്രം ആഡ് ചെയ്തിട്ടുള്ള കൊണ്ടാട്ടമാണ്. കാരണം ജനങ്ങൾക്ക് കഴിക്കുമ്പോൾ അത് സെമി ഗ്രേവിയാണ് അതിലുണ്ടാവുക. കാരണം എന്താ വെച്ചാൽ കൂടുതൽ കറികളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ സാധാരണ കൊണ്ടാട്ട ലെവലിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു മസാല ഗ്രേവി മൂലവും ആ ഗ്രേവി വേണ്ട വെച്ചിട്ടാണ് ഇത് ചൈനീസ് കൊണ്ടാട്ടമാണ്. അത് ഡ്രൈ ആയിരിക്കും. ഒരു പീസ് എടുത്ത് കഴിച്ചാൽ തന്നെ അതിന് എല്ലാ എഫക്റ്റും ഉണ്ടാവും. അത് പിന്നെ അതാണ് ഇപ്പം ജനങ്ങൾക്ക് തോന്നും ഇതെന്താ ഉള്ളിടാത്ത് തക്കാളി ഇടാത്ത്. ഈ തക്കാളി ഉള്ളിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ചിക്കൻ ചുക്ക പോലെയൊക്കെയുള്ള കൊണ്ടാട്ടമാണ്. അതൊക്കെ ഇതിൽ ക്രസ്റ്റഡ് ചില്ലും സോസും മാത്രമേ ഇതിൽ ആഡ് ചെയ്യണുള്ളൂ. അതാണ് നമ്മളെ പ്രത്യേകത.